ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ക്രിസ്ത്യൻ സമുദായത്തെ നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നീതിക്കൊപ്പം നിന്നിട്ടുള്ളത്? 80:20 എന്ന അന്യായ അനുപാതത്തിനെതിരെ ആരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്? എന്തായിരുന്നു സർവകക്ഷി യോഗത്തിൽ ഓരോ രാഷ്ട്രീയക്കാരുടെയും നിലപാട്? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം നിലപാട് എന്തായിരുന്നു? ആരാണ് ഹൈക്കോടതി വിധി അംഗീകരിക്കണം, ക്രിസ്ത്യാനികൾക്ക് ന്യായമായത് കൊടുക്കണമെന്ന് പറഞ്ഞത്? BJPയും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും മാത്രമാണ്, അല്ലെ? അതിൽ കണ്ണിൽ പൊടിയിടാനായിട്ടല്ലേ നിങ്ങൾ ഒരു ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചത്? അല്ലാതെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പുറത്തു വിടുമായിരുന്നല്ലോ. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് സർക്കാർ അപ്പീലിന് പോകുന്ന ഒരു വളരെ വിചിത്രമായ ഒരു നിലപാടിനെ ഉണ്ടായ അമർഷത്തെ ലഘൂകരിക്കാനും അതിൽ കണ്ണിൽ പൊടിയിടാനുമായിട്ടാണ് ക്രിസ്ത്യാനികളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷൻ തന്നെ പ്രവർത്തനം തുടങ്ങാൻ തന്നെ 1 വർഷം എടുത്തു. അദ്ദേഹത്തിന് ഓഫീസ് പോലും ഇല്ലായിരുന്നു കുറെ കാലങ്ങളിൽ. ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കാര്യം അത് ഒരു നടപടി എടുക്കുവാൻ വേണ്ടിയിട്ടല്ല, അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ടല്ല അത്തരത്തിലൊരു കമ്മീഷനെ നിയമിച്ചത്. അത് ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അങ്ങനെ ബഫർ സോൺ വിഷയത്തിൽ, അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളും എല്ലാം ഒരു ഭൂരിഭാഗവും നഷ്ടപ്പെടുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ, അതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ന്യായത്തിനൊപ്പം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ കേരളത്തിൽ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നത്? ന്യൂനപക്ഷം മാത്രമാണ് ക്രൈസ്തവർ. എന്നാൽ അവർക്ക് കണ്ണ് തിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രിസ്ത്യാനികളെ ആ കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കൂടെ ചേർത്തുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനകത്ത് ക്രിസ്ത്യാനിയെ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗത്തിന് മാത്രമാണ് കൊടുക്കുന്നത്. അതിലെ വിവേചനത്തെ തടയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പോയിക്കോട്ടെ, ഇപ്പൊ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ. നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ള ക്രിസ്ത്യൻസിനെ ബാധിക്കുന്ന വിഷയത്തിൽ? നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകുന്നു, ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു, മധ്യപ്രദേശിലേക്ക് പോകുന്നു. കോട്ടെ, നിങ്ങൾ കാസർഗോഡ് വിഷയമുണ്ടായി, ഉൾക്കൂട് നശിപ്പിച്ചു, ബൈബിൾ കത്തിച്ചു, നിങ്ങൾ ശബ്ദിച്ചോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ടി ശബ്ദിച്ചോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മറ്റെത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. ഏതിലെങ്കിലും നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി, അതിനൊരു ന്യായമായ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശ്രമം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു തരത്തിലും ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉത്തരേന്ത്യയിലെ കാര്യങ്ങളും ഗ്രഹാം സയൻസിന്റെ കാര്യങ്ങളും ഇപ്പോൾ ഒരു മണിപ്പൂർ കിട്ടിയിരിക്കുന്നു, അതിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഡ്ഢികളാക്കി ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഇവരുടെ ചിന്ത. അതിന് ഒരു ഭംഗം വന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് സജി ചെറിയാന് വേദന വന്നത് എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളുടെ കുഴിയിലിടാൻ കുന്തിരിക്കം വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര നേതാക്കളാണ് അതിനെ എതിർത്തത്? ആ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയകാര്യ സംഘടനയായ SDP-യുമായി നിങ്ങൾ എത്ര പഞ്ചായത്തിൽ കൂട്ടുഭരണം നടത്തുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കണ്ടതല്ലേ? ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പാണ്. ഞങ്ങളെ സഹായിക്കാൻ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കുക്കി ആർമിയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ആരും വരില്ല. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനി പഴയതുപോലെ സാധിക്കില്ല. ഞങ്ങൾക്ക് മുന്നിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ആര് തയ്യാറാവുന്നുവോ, അതിനോട് ആര് അനുഭാവം കാണിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. താങ്കൾ ബലദേവ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇതിനൊപ്പം നിൽക്കണമെന്നില്ല. പക്ഷെ എല്ലാവരുടെ തലയിലും വെളിച്ചം കയറി തുടങ്ങിയിരിക്കുന്നു. അത് കാരണക്കാർ ഈ പറയുന്ന സജി ചെറിയാനെ പോലുള്ളവർ തന്നെ അതിന് നിമിത്തമായി മാറുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും അവസാനം നിങ്ങൾ ഇത് കണ്ടതല്ലേ? ഹമാസ് വിഷയത്തിൽ ഹമാസിന്റെ നേതാവ് പറയുന്നു, ഇസ്രായേൽ മാത്രമല്ല ലോകം മുഴുവൻ ഞങ്ങൾ ഇസ്ലാമിന് കീഴിലാക്കുകയാണ് ഞങ്ങളുടെ അത്യന്തികമായ ലക്ഷ്യമെന്ന് ഹമാസിന്റെ നേതാവ് പറഞ്ഞ് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യവുമായി നിങ്ങൾ രംഗത്തിറങ്ങി. ഇവിടെ മലയാളികളായ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. ആ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവരുടെ സുരക്ഷിതത്വത്തെക്കാൾ വലുത് നിങ്ങൾക്ക് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ആർക്കൊപ്പമാണെന്നത് ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് മണിപ്പൂർ വിഷയത്തിൽ പറയാനായിട്ട്? ഒക്ടോബർ 7 ബോംബ ഷെല്ലിങ്ങിൽ അത് കൊല്ലപ്പെട്ട ആ
യുവതിയുടെ സൗമ്യയുടെ വീട്ടിൽ പോലും പോവാൻ ഇവർ തയ്യാറായിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ പ്രേമമായിട്ട് വരുന്നത്. അതെ അതെ, സൗമ്യയുടെ വീട്ടിൽ പോവാനെ എന്തിനെ, അതിനെതിരെ ഹമാസ് ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് എഴുതിയ ആദ്യ ഫേസ്ബുക്ക് നിലപാടിൽ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ, മതമൗലികവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ അത് തിരുത്താൻ തയ്യാറായവരാണ്. ഒരു വർഷം കഴിഞ്ഞു 21 സൗമ്യ കൊല്ലപ്പെട്ടു. 23 ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഭീകരവാദികളെന്ന് എഴുതാനെങ്കിലും തയ്യാറായവർ ഇന്ന് പ്രത്യക്ഷത്തിൽ അവർക്ക് വേണ്ടി നിരത്തുകളിൽ ഐക്യദാർഢ്യ പ്രകടനവുമായി ഇറങ്ങിയിരിക്കുന്നു. ആ മാറ്റം നാം കാണാതെ പോകരുത്. അപ്പൊ ആ മാറ്റത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഉത്തരേന്ത്യയും നോർത്ത് ഈസ്റ്റിലേക്കൊന്നും ഞങ്ങൾ നോക്കാൻ താല്പര്യമില്ല തൽക്കാലം. അത് അവിടെ പരിഹരിക്കാൻ അവിടെ ഗവൺമെന്റ് ഉണ്ട്. അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൽ വിധി എഴുതാനുള്ള കഴിവുണ്ട്. ആ വിധിയെഴുത്താണ് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ, ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ, കേട്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ, കണ്ടത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല. അവിടെ വിധി എഴുതാൻ ഞങ്ങൾക്ക് കഴിവുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിന് ബോധവും ബുദ്ധിയുമുണ്ട്. അവർ അവിടെ വിധി എഴുതിക്കോളും, അവരുടെ നേരിട്ടോളും, അവരവിടെ പ്രതിഷേധിച്ചോളും. ഞങ്ങൾ കേരളീയർക്ക് മുന്നിലുള്ള വിഷയം ഞങ്ങളുടെ നിലനിൽപ്പാണ്, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളാണ്, ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പൂർവികർ ഇവിടെ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അവരെ സഹായിക്കാൻ ഞങ്ങൾ തുടർന്ന് തയ്യാറാവും. അതിൽ വെളുപ്പിക്കൊണ്ട് ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ ഇത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള സംസാരവുമായി മുന്നോട്ട് വന്നതുകൊണ്ടൊന്നും അതിനി മാറുവാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഭയപ്പെടുത്തി, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൈനയൊന്നുമല്ല. പാർട്ടി കോടതിയും പാർട്ടി അന്വേഷണവും ഒക്കെ വെച്ചുകൊണ്ട് വരുതിയിലാക്കാമെന്ന് കരുതൽ